Hi friends, Industries Extension Officer Kerala PSC Basic Mechanical Engineering questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സെറ്റ് 3 ഈ വീഡിയോയിൽ നമ്മൾ സെറ്റ് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് അലോയ്സ് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുകൊണ്ട് ഇതുവരെയുള്ള വീഡിയോസ് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോസിൽ ഇതിൻ്റെ ബാക്കിയായിരിക്കും. ഞാൻ 4th വീഡിയോയിൽ ഞാൻ മെറ്റൽ ജോയിനിങ് ആണ് പറയുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളത് കൊണ്ടും പല ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് മാത്രമല്ല പല ടെക്നിക്കൽ എക്സാമിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളതുകൊണ്ട് അടുത്ത സെറ്റിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ 25 ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. എങ്കിലും നമ്മൾ ഓരോന്നായിട്ട് നോക്കി പോകുന്നതാണ്. നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റഡ് ആയി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ അടുത്ത സെറ്റിൽ ഞാൻ അല്പം കൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് വായിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന കുറേ ഈസിയസ്റ്റ് പക്ഷേ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, first question, ability of a material to resist deformation due to stress is called. സ്ട്രെസ് കാരണം ഡിഫോർമേഷൻ ഉണ്ടാകുക, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ മെറ്റീരിയലിൻ്റെ ആ എബിലിറ്റിയെ നമ്മൾ എന്താണ് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് സ്റ്റിഫ്നെസ്. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ടഫ്നെസ് ആണോ, സ്റ്റിഫ്നെസ് ആണോ, അല്ലെങ്കിൽ ഹാർഡ്നെസ് ആണോ? സ്ട്രെസ് കാരണമുള്ള ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യുന്ന എബിലിറ്റിയെ നമ്മൾ സ്റ്റിഫ്നെസ് എന്നാണ് പറയുന്നത്. Okay, then second question, ability of material to resist fracture due to high impact load is called. നേരത്തെ നമ്മൾ സ്ട്രെസ്സിൻ്റെ ആണ് പറഞ്ഞത്. ഇപ്പോൾ ഹൈ ഇമ്പാക്റ്റ് ലോഡ് വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ എബിലിറ്റിയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ് ആണ് ഇതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ സ്ഥിരമായി ചോദിക്കുന്നതുമാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ദേ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ് ഈസ് കാൾഡ്. നമുക്ക് മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ നമുക്ക് വയറിന്റെ രൂപത്തിലേക്ക് നമുക്ക് ഡ്രോൺ ചെയ്താൽ നമുക്ക് വയറിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന ആ മെറ്റീരിയലിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? ഓപ്ഷൻസ് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, സ്റ്റിഫ്നെസ്, ഡക്റ്റിലിറ്റി. ആൻസർ ഈസ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ആ മെറ്റീരിയലിനെ നമുക്ക് വയറുകൾ ആയിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷീറ്റായിട്ട് മാറ്റാൻ പറ്റും. ഷീറ്റായിട്ട് മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ മാലിബിലിറ്റി. ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകാതെ. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് വയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. തിൻ ഷീറ്റായിട്ട് മാറ്റുന്ന മാലിബിലിറ്റി എന്ന് പറയും. Okay, fourth question, ability of a material to retain the deformation permanently is called. Ability of a material to retain the deformation permanently is called plasticity. Plasticity എന്നാണ് അതിനെ പറയുന്നത്. നമുക്കറിയാവുന്നത് തന്നെയാണ്. Fifth question, property of material due to which it can be rolled or hammered into thin sheets is called. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ വയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ വയറായിട്ട് നമുക്ക് ഡ്രോൺ ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്. പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ക്യാൻ ബി റോൾഡ് ഓർ ഹാമേഡ് ഇൻ ടു തിൻ ഷീറ്റ്. നമുക്ക് തിൻ ഷീറ്റായിട്ട് മാറ്റാൻ കഴിയുന്ന ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് മാലിബിലിറ്റി. വയറാക്കുന്ന ഡക്റ്റിലിറ്റി ആൻഡ് ഷീറ്റ്സ് ആകുന്നത് മാലിബിലിറ്റി. Okay, sixth one, property of material due to which it breaks with little permanent deformation is called. ലിറ്റിൽ പെർമനന്റ് ഡിഫോർമേഷൻ കാരണം ബ്രേക്ക്, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോ അതിനെ നമ്മൾ പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ആ പ്രോപ്പർട്ടിയെ പറയുന്നത് ബ്രിട്ടിൽനെസ്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, മെഷീനബിലിറ്റി ഓഫ് മെറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ.
നമുക്ക് മെഷീനബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മെറ്റലിനെ നമുക്ക് ഈസ്നെസ് ടു മെഷീൻ, നമുക്ക് മെഷീനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസ്നെസ്സിനെയാണ് മെഷീനബിലിറ്റി എന്ന് പറയുന്നത്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഓപ്ഷൻ എ ടെൻസൈൽ സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ടഫ്നെസ്, ഓപ്ഷൻ സി ഹാർഡ്നെസ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഇവിടെ ആൻസർ ബോത്ത് എ ആൻഡ് ബി. മെറ്റലിന്റെ ടെൻസൈൽ സ്ട്രെങ്തിനെയും ടഫ്നെസ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ മെറ്റലിന്റെ മെഷീനബിലിറ്റി. Okay, next question number 8. Ability of a material to exhibit considerable elastic recovery on release of load is called. അതായത് നമ്മൾ ലോഡ് കൊടുക്കുന്നതിന് ശേഷം നമ്മൾ ലോഡ് മാറ്റുമ്പോൾ ആ ഇലാസ്റ്റിക് റിക്കവറി എന്ന് പറയുന്ന, അതായത് തിരിച്ചു വരിക എന്നുള്ള, അപ്പൊ ആ നമ്മൾ പഴയ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ആ എബിലിറ്റി എന്താണ് പറയുന്നത്? തിരിച്ചു വരിക എന്നുള്ളത് റെസിലിയന്റ്, തിരിച്ചു വരിക എന്നുള്ള മീനിങ്. അപ്പൊ ആൻസർ റെസിലിയൻസ്. ആ പ്രോപ്പർട്ടിയെ റെസിലിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ എബിലിറ്റി റെസിലിയൻസ് എന്ന് പറയാം. റെസിലിയന്റ് എന്ന് പറയുന്നത് നമുക്ക് കം ബാക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ആ പ്രോപ്പർട്ടി. Next question, silicon when added to copper increases its. Silicon നമ്മൾ കോപ്പർ, സ്മോൾ amount of silicon is added to copper, അത് എന്ത് പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഓപ്ഷൻ എ മെഷീനബിലിറ്റി, ബ്രിട്ടിൽനെസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഡി ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. അപ്പൊ കോപ്പറിന്റെ ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും കൂട്ടാനാണ് നമ്മൾ സ്മോൾ amount of silicon അതിൽ ആഡ് ചെയ്യുന്നത്. 10th question, stress concentration occurs when a body is subjected to. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒരു ബോഡിയിൽ ഉണ്ടാകുന്നത് എന്ത് സംഭവിക്കും, എന്ത് സ്ട്രെസ് ഏൽക്കുമ്പോഴാണ്? അതായത് നോൺ യൂണിഫോം സ്ട്രെസ് ഒരു ബോഡിയിൽ സബ്ജക്റ്റ് ആകുമ്പോഴാണ് അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ, നോൺ യൂണിഫോം സ്ട്രെസ്. 11th one, amount of external energy required to deform an elastic body is called. ഇലാസ്റ്റിക് ബോഡിയെ ഡിഫോം ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ എനർജി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെയിൻ എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, first product of the blast furnace in the process of converting iron ore into useful metal by reduction is called. അതായത് നമ്മുടെ അയൺ ഓറിൽ നിന്നും നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലാണ്, നമുക്കറിയാലോ അയൺ ഓറിൽ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് മെറ്റലായിട്ട്, യൂസ്ഫുൾ മെറ്റലായിട്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ആ പ്രോഡക്റ്റ് എന്താണ്? ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്നാണ് നമുക്കിത് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പിഗ് അയൺ. പിഗ് അയൺ ഇസ് ദി ഫസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, ആ പിഗ് അയണിലെ കാർബണിന്റെ കണ്ടന്റ് എത്ര പെർസെന്റേജ് ആണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബൺ ഇൻ ദ പിഗ് അയൺ വേരീസ് ഫ്രം 2 to 4%. 2 to 4% കാർബൺ ആയിരിക്കും പിഗ് അയണിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Metal becomes soft and have a coarse-grained crystalline structure due to the presence of what? Free carbon, sulfur, silicon, none of these. മെറ്റലിനെ സോഫ്റ്റ് ആകാനും അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കോഴ്സ്-ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആകണമെങ്കിൽ എന്തിന്റെ പ്രസൻസ് ആണ് വേണ്ടത്? ആൻസർ ഈസ് ഫ്രീ കാർബൺ. ഫ്രീ കാർബണിന്റെ പ്രസൻസിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 15 കാസ്റ്റ് അയൺ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്? ഡക്റ്റൈൽ, മാലിബിൾ, ബ്രിട്ടിൽ, നൺ ഓഫ് ദിസ്. ആൻസർ ഈസ് ബ്രിട്ടിൽ. ബ്രിട്ടിൽ നമ്മൾ നേരത്തെ പറയാം, ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ള മെറ്റീരിയൽ. അപ്പം കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഡയമണ്ട് നമുക്കറിയാം ഹാർഡസ്റ്റ് അല്ലെങ്കിൽ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡയമണ്ടിന്റെ വെയിറ്റ് നമ്മൾ ഗോൾഡ് പറയുമ്പോൾ തന്നെ ക്യാരറ്റ്, ഡയമണ്ടും ക്യാരറ്റിൽ തന്നെയാണ് വരുന്നത്. ഡയമണ്ട് ക്യാരറ്റ് എന്ന് പറയുന്നത് 1 ക്യാരറ്റ് എത്ര മില്ലിഗ്രാം ആണ്? 1 ക്യാരറ്റ് ഈസ് ഈക്വൽ ടു 200 മില്ലിഗ്രാം. 1 ക്യാരറ്റ് ഡയമണ്ട് എന്ന് പറയുന്നത് 200 മില്ലിഗ്രാം ആണ്. നെക്സ്റ്റ്, സിലിക്കൺ സ്റ്റീൽ ഈസ് വൈഡ്ലി യൂസ്ഡ്. സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു അലോയ് മെറ്റൽ കോമ്പൗണ്ട് അലോയ് ആണ്. അത് വൈഡ്ലി യൂസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് കട്ടിംഗ് ടൂൾസിലാണ്, കണക്ടിംഗ് റോഡ്സ്, കെമിക്കൽ ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി. ആൻസർ ഈസ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലാണ് സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. The materials exhibiting time-bound behavior are called. Time-bound behavior കാണിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ ഒരു പേര് പറയും. It's called viscoelastic material. It's called viscoelastic materials. Okay.
Chilling heat treatment and alloy adding to cast generally. Cast iron ആണ് ചില്ലിംഗ് ഹീറ്റ് ട്രീറ്റ്മെന്റും അലോയും ആഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ജനറലി സംഭവിക്കുന്നത്? ഇറ്റ് ഡിക്രീസസ് മെഷീനബിലിറ്റി. മെഷീനബിലിറ്റിയെ ഡിക്രീസ് ആണ് ചെയ്യുന്നത് ചില്ലിംഗ് ഹീറ്റ് ട്രീറ്റ്മെന്റും അലോയും ആഡ് ചെയ്യുന്നതോടൊപ്പം കാസ്റ്റ് അയണിന്റെ മെഷീനബിലിറ്റി ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചിൽഡ് കാസ്റ്റ് അയൺ എന്താണ് അതിന്റെ യൂസ്? ചിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് സോഫ്റ്റ് ഓൺ സർഫസ് ആണോ, മെഷീൻഡ് ഫ്രീലി ആണോ, അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് വേറെ ആണ്? അപ്പൊ സോഫ്റ്റ് അല്ല, ഫ്രീലി ആയിട്ട് മെഷീൻ ചെയ്യുന്നില്ല, പക്ഷെ ഹൈലി റെസിസ്റ്റൻസ് ടു വേറിന് അതായത് നമ്മൾ തേഞ്ഞു പോകുന്നതിന് ഹൈലി റെസിസ്റ്റൻസ് ആണ് ചിൽഡ് കാസ്റ്റ് അയൺ. Okay, cast iron produced by adding magnesium to molten cast iron is molten cast iron like magnesium add ചെയ്താൽ കിട്ടുന്ന cast iron form എന്താണ്? It's called nodular cast iron. Cast iron produce അതായത് magnesium molten cast iron ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന cast ironന്റെ പേര് എന്താണ്? Nodular cast iron. Next question. ഓക്കെ, ഇതുപോലെ തന്നെ മോൾഡൻ കാസ്റ്റ് അയണിലേക്ക് നിക്കൽ, ക്രോമിയം, കോപ്പർ ആൻഡ് മോളിബ്ഡിനം ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാസ്റ്റ് അയൺ എന്താണ്? കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ് എലമെന്റ്സ് ലൈക്ക് നിക്കൽ, ക്രോമിയം, കോപ്പർ ആൻഡ് മോളിബ്ഡിനം ടു ദി മോൾട്ടൻ കാസ്റ്റ് അയൺ വി ഗെറ്റ് ഗ്രേ കാസ്റ്റ് അയൺ. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഫോം ഓഫ് കാസ്റ്റ് അയൺ ആണ്. നമുക്ക് ഇത്രയും മെറ്റൽസ് അല്ലെങ്കിൽ ഇത്രയും എലമെന്റ്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നിക്കൽ, ക്രോമിയം, കോപ്പർ ആൻഡ് മോളിബ്ഡിനം. ഓക്കെ, ഇഫ് കാർബൺ പ്രസന്റ് ഇൻ കാസ്റ്റ് അയണിലെ കാർബണിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ കാസ്റ്റ് അയണിലെ കാർബൺ കമ്പൈൻഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഇഫ് കാർബൺ പ്രസന്റ് ഇൻ കാസ്റ്റ് അയൺ ഈസ് മോസ്റ്റ്ലി ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് കോൾഡ് വൈറ്റ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയൺ എന്നാണ് പറയുന്നത്. Okay, then if carbon present in cast iron is partly free and partly in combined state, it is called molten cast iron എന്ന് പറയുന്നത് നമ്മുടെ സാധാ കാസ്റ്റ് അയണിൽ തന്നെ കാർബൺ പാർട്ട്ലി ഫ്രീയും പാർട്ട്ലി കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്. അങ്ങനത്തെ ആ സ്റ്റേറ്റിലുള്ള നമ്മളെ കാസ്റ്റ് അയൺ നമ്മൾ പറയുന്നത് മോൾട്ടൻ കാസ്റ്റ് അയൺ. ഇഫ് കാർബൺ ഈസ് partly free and partly in combined state, then that cast iron is called molten cast iron. Okay, material which can withstand maximum shocks without failure is called. ഏത് ടൈപ്പ് കാസ്റ്റ് അയൺ ആണ് മാക്സിമം ഷോക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ്സ് കാൾഡ് മോൾട്ടൻ കാസ്റ്റ് അയൺ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതലും വളരെ ഈസി, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് പഠിക്കാം. അതിൽ നമുക്ക് കൂടുതൽ അല്പം കൂടെ ടഫ് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് ഈ അയൺ ഓർ അതുപോലെ തന്നെ അലോയ്സിന്റെ കോമ്പോസിഷൻസ് കൂടുതലായി ചോദിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലോയ്സിന്റെ കോമ്പോസിഷൻ, അത് പെർസെൻറ്റേജ് വൈസും അല്ലെങ്കിൽ ഗ്രാം വൈസ് നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതലായിട്ടും പഠിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.